അന്വേഷണം ശരിയായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് കരുതുന്നുണ്ടോ? അന്വേഷണം ഇനിയെങ്കിലും ശരിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആദ്യം FIR ഇടാത്ത ഒരു കാര്യമാണ്. കോടതിയിൽ വന്ന സമയത്ത് അത് കൃത്യമായിട്ട് FIR ഇടാൻ പറ്റുന്ന കേസ് തന്നെയാണ് അൻസിബ നൽകിയിരിക്കുന്നത് എന്ന് വിധിച്ചുകൊണ്ട് തന്നെയാണല്ലോ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടത്, FIR ഇടാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ കേസ് എടുക്കാമായിരുന്ന ഒരു കേസാണ് എടുക്കാതിരുന്നത് പോലീസുകാർ. അപ്പോൾ അത് കോടതിയിലെത്തിയ സ്ഥിതിക്ക്, കോടതി FIR ഇടാൻ പറഞ്ഞ സ്ഥിതിക്ക്, മൊഴി രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് നല്ല രീതിയിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. കൊടുത്തു. ഇനി എന്തായാലും ഈ കേസുമായിട്ട്, അതായത് ഈ കേസ് പിൻവലിക്കുമെന്ന് അങ്ങനെ എന്തെങ്കിലും അതുപോലെ സമ്മർദ്ദമോ മറ്റും ഉണ്ടായിരുന്നു എന്തെങ്കിലും ഭാഗത്തു നിന്നുള്ളത്? ഇല്ല, പിന്നീട് സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ കേസ് ഒരിക്കലും ഞാൻ പിൻവലിക്കൊന്നുമില്ല. എനിക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ടും കൃത്യമായതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഒരു ഇന്ത്യൻ പൗര എന്നുള്ള നിലയിലും എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്, എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ചോദ്യം ചെയ്യുന്നതാണ്. അങ്ങനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അപ്പം ഞാൻ ഈ ഒരു ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ബ്രേക്ക് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്കുമില്ല. അപ്പോൾ നമ്മുടെ ആ റൈറ്റ്സ് നമുക്കുള്ളതാണ്. നമ്മൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ നാടാണിത്. അപ്പോൾ അവിടെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ മതവും രാഷ്ട്രീയവും കലർത്തി ഒരു വ്യക്തിയെ മോശക്കാരിയോ മോശക്കാരനോ ആക്കുന്നത് ഭയങ്കര മോശമാണ്. അപ്പോൾ ഈ സമൂഹത്തിനാണ് ആപത്ത്. അത് ഒരുപാട് വ്യക്തികൾ ചേർന്നാണ് ഒരു സമൂഹം ഉണ്ടാവുന്നത്. അപ്പോൾ ഒരുപാട് വ്യക്തികൾ ഇത്തരത്തിൽ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് മാത്രം ഫൈറ്റ് ചെയ്യാണ് ഞാൻ. ഈ തിരിക്കി കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതിനുശേഷം അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു വെല്ലപ്പോക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ നിലവിൽ? അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ജാമ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കുറ്റവിമുക്തനായിട്ടില്ല. അപ്പോൾ ജാമ്യത്തിൽ മാത്രമാണ് അദ്ദേഹം നിൽക്കുന്നത് ഇപ്പോൾ.